ഇതാണ് അവസ്ഥ. ഇപ്പൊ കുറെ സമയത്തേക്ക് അവിടെ നിന്നൊക്കെ പൂയി വാരിയിട്ട് അതുപോലെ തന്നെ കല്ലിട്ട് ഇതിനൊക്കെ റെഡിയാക്കിയ ഒരു ബൈക്കിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ പിന്നെ കാറിന്റെയോ പിന്നെ അതല്ലെങ്കിൽ ഒരു യോഗിയായിട്ടുള്ള ആൾക്കാർ ഓട്ടോറിക്ഷയോ മറ്റൊക്കെ പോകണമെന്ന് കരുതിയാൽ ഒന്നും നടക്കില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ, ഈ റോഡിന്റെ അവസ്ഥ. എത്ര നാളുകളായിരുന്നു താറിടും താറിടും എന്ന് പറയുന്നത്. MLA ഫണ്ട്, MP ഫണ്ട്, പഞ്ചായത്ത് ഫണ്ട്, മറ്റേ ഫണ്ട്, ഇനി അതല്ലേ ഫണ്ട് പാസ്സായിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു മാറ്റവും ഇല്ല. ഇതിനേക്കാളൊക്കെ മോശമായ ചെറിയ അതല്ലെങ്കിൽ വീടുകളില്ലാത്ത റോഡുകളൊക്കെ താറിയത്. ഈ ഭാഗത്തേക്ക് ഒരുപാട് വീടുകളുണ്ട്, ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. പക്ഷെ ഇത് ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ വണ്ടിയൊക്കെ പോകണമെങ്കിൽ എന്തൊരു പ്രയാസമാണെന്നറിയാം. ആർക്കെങ്കിലും സുഖമില്ലാതായാൽ ഒരു ആംബുലൻസോ ഇനി അതല്ലെങ്കിൽ അതുപോലെയുള്ള വണ്ടികൾ അങ്ങോട്ട് പോകില്ല. പിന്നെ ഒരു ഓട്ടോറിക്ഷ വന്നാൽ ഇവിടെ വരെ വരും. അങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? ഈ സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ട് നടന്നു പോകണം. ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ. ആരോടെങ്കിലും ഒക്കെ പറഞ്ഞാൽ ഇപ്പൊ പറയുന്നത് വെച്ചാൽ ഫണ്ട് പാസ്സായിട്ടുണ്ട്, താറിന് പൈസ കൂടി, മറ്റതിന് പൈസ കൂടിയാണ്. ഈ റോഡ് താറോ കോൺക്രീറ്റോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങോട്ടുള്ള ജനങ്ങളല്ലേ, വോട്ട് ചെയ്യുന്നവരല്ലേ, അവർക്ക് പ്രയാസങ്ങളില്ലേ? അവര് സുഖമില്ലാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാർ, അവർക്ക് യാത്ര ചെയ്യാനും ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഒരു വണ്ടി അങ്ങ് എത്തിക്കണമെന്ന് വിചാരിച്ചാലും നടക്കുന്നില്ല. എത്ര ഖേദകരമായ അവസ്ഥയാണോ? ഇതുപോലെയൊക്കെയുള്ള നാട്ടുകൾ ഏതെങ്കിലും റോഡ് ഉണ്ടാവുക? അത്രയും വീടുകൾ അല്ലെങ്കിൽ അത്രയും വലിപ്പമുള്ള റോഡ് കാലങ്ങളായിട്ട്. മുമ്പൊരിക്കൽ ഈ റോഡിന് ഫണ്ട് പാസ്സായി എന്ന് പറഞ്ഞത് വേറൊരിടത്തേക്കോ മാറ്റി എന്ന് പറയുന്നു. എന്നാൽ ഇത് ഇവിടെ ഇങ്ങോട്ടുള്ള ജനങ്ങളൊന്നും ജനങ്ങളല്ലേ, മനുഷ്യന്മാരല്ലേ? എന്നാലും വല്ലാത്ത സങ്കടമുണ്ട്. ബഹുമാനപ്പെട്ട MLA അതുപോലെ തന്നെ MP, നിങ്ങളോടാണ് വളരെ വിനയത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനുള്ളത്. ഈ ഒരു റോഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങളുടെ ഭാഗത്തുണ്ടാവും. ഫണ്ട് പാസ്സായി എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ എന്താണെന്ന് നമ്മളറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് കുറച്ചുകൂടി മുന്നോട്ട് ദയവ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങളായിട്ട് കാണണം. കാരണം ഒരുപാട് പാവങ്ങൾ ജീവിക്കുന്ന ഇനി അതല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഒരു റോഡാണ്. ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റൂ.